കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പീരുമേട് പാമ്പനാറിന് സമീപത്തെ വലിയ വളവ് വാഹന ഡ്രൈവർമാർക്കും കാൽനട യാത്രികർക്കും അപകടക്കെണിയായി മാറുന്നു. കഴിഞ്ഞ നാളിൽ KSRTC ബസ് ഈ വളവിൽ നിയന്ത്രണം നഷ്ടമായി കാൽനട യാത്രികനെ ഇടിച്ചിരുന്നു. ഈ അപകടത്തിൽ കാൽനട യാത്രികൻ മരണപ്പെട്ടിരുന്നു. ഈ ഭാഗത്തെ അപകടാവസ്ഥ മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ അപകട മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണ് ഇത്. ഈ പാതയിലെ പാമ്പനാർ ടൗണിന് സമീപത്തെ വളവ് അപകടക്കെണിയായി മാറുകയാണ്. ഏറ്റവും ഒടുവിൽ സംഭവിച്ച അപകടം KSRTC ബസ് നിയന്ത്രണം നഷ്ടമായി കാൽനട യാത്രികനെ ഇടിച്ച് കാൽനട യാത്രികൻ മരിച്ച സംഭവമാണ്. ഈ ഭാഗത്ത് അപകട സൂചനാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ വളവിൽ റോഡരികിൽ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനു ചുറ്റും കാടുപടലങ്ങൾ വളർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. ഇതിനാൽ എതിർദിശയിൽ വരുന്ന കാൽനട യാത്രികരെയോ വാഹനങ്ങളെയോ വാഹന ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കാത്ത സാഹചര്യവുമുണ്ട്. പാമ്പനാർ മാർക്കറ്റിലേക്ക് കയറി പോകുന്ന ഈ കുടുംബളവിൻ്റെ വശങ്ങളിലായി കാടുകൾ വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. ഈ എത്രയും വേഗം തന്നെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് അപേക്ഷിക്കുന്നു. ഈ രണ്ട് വശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കാണുവാനും അവിടുന്ന് കാണുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം കാണണം. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ധൻശലാസ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് ട്രാൻസ്പോർട്ട് വാഹനം ഇടിച്ച് ഈ വളവിൽ വെച്ച് മരിക്കാൻ ഇടയായ ഒരു സാഹചര്യമുണ്ട്. ആയതുകൊണ്ട് വാഹനങ്ങൾ അക്കരയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു. കൂടാതെ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ അമിത വേഗത കുറയ്ക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നു. നിലവിൽ കാൽനട യാത്രികർ അടക്കം ഭയപ്പോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത്. വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ കടന്നുപോകുന്ന പാത കൂടിയാണിത്. ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി മേഖലയിൽ അപകട മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.